നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം 24-ാം ദിവസം. കേന്ദ്ര ഫണ്ടിനെ ചൊല്ലി കേരളവും കേന്ദ്രവും തർക്കം തുടരുന്നു. ബജറ്റിന് പുറമെ 120 കോടി അധികം നൽകിയെന്ന കേന്ദ്രവാദത്തെ തള്ളി സംസ്ഥാന സർക്കാർ. സർക്കാരിനെതിരെ സമരം ഘടിപ്പിച്ച് ആശാവർക്കർമാർ. താമരശ്ശേരിയിലെ 15-കാരൻ ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ SSLC പരീക്ഷ എഴുതുന്നതിനെതിരെ ഇന്നും പ്രതിഷേധം. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. കൊലക്കേസ് പ്രതികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുതെന്നാണ് ഇവരുടെ ആവശ്യം. അതേസമയം ഡിജിറ്റൽ തെളിവ് ശേഖരണത്തിനായി പോലീസ് മെറ്റയോട് വിവരം തേടി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന് കാരണം കടബാധ്യത മൂലമുള്ള ബന്ധുക്കളുടെ അധിക്ഷേപമെന്ന് പ്രതി അഫാൻ. അമ്മ മരിച്ചുവെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊന്നതെന്നും ബന്ധുക്കൾ സ്ഥിരമായി അധിക്ഷേപിച്ചിരുന്നുവെന്നും അഫാൻ. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസ് BJPക്ക് വളരാൻ മണ്ണൊരുക്കുന്നുവെന്ന് വിമർശനം. യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടിക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുമോ എന്ന് മുഖ്യമന്ത്രി. മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾ ഇതാലോചിക്കട്ടെ എന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. CPIM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് എഴുതിയ ലേഖനത്തിലാണ് വിമർശനം. CPIM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊടിയേറും. സമ്മേളനത്തിനെത്തുന്ന പ്രതിനിധികളെ വരവേൽക്കാൻ കൊല്ലം നഗരം ഒരുങ്ങി. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് CPIM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായ കൊടിമര പതാക ജാഥകൾ ഇന്ന് വൈകിട്ട് പൊതുസമ്മേളന നഗരിയായ ആശ്രാമത്ത് സീതാറാം യെച്ചൂരി നഗറിൽ സംഗമിക്കും. തുടർഭരണം ലക്ഷ്യമായിട്ടുള്ള നീക്കങ്ങൾ CPIM സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാകും. MLA-മാരുടെ 2 ടേം നിബന്ധന മാറ്റുന്ന കാര്യം ചർച്ച ചെയ്യാൻ സാധ്യത. വിജയസാധ്യതയുള്ള 2 ടേം പൂർത്തിയാക്കിയ MLA-മാരെ മാറ്റുന്നത് തുടർഭരണ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ ഇടയുണ്ടെന്നും പാർട്ടി വിലയിരുത്തൽ. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉറവിടം കണ്ടെത്തി ക്രൈംബ്രാഞ്ച്. സംഭവത്തിൽ കോഴിക്കോട്ടെ അൺഎയ്ഡഡ് സ്കൂളിലെ പ്യൂൺ അറസ്റ്റിലായത് മലപ്പുറം സ്വദേശി അബ്ദുൾ നാസർ. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വർഗീയതയെ താലോലിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്കും CPIM-നും. ലീഗിന് തിരിച്ചറിയാനുള്ള ബോധ്യമുണ്ട്. BJP അനുകൂല നിലപാടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. SDPI-ക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ധനസഹായം നൽകുന്നതിനുമായി രാജ്യത്തിനകത്തും പുറത്തും നിന്നും പണം സ്വരൂപിച്ചുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി ED. മഹാരാഷ്ട്ര സർക്കാരിൽ ആദ്യ രാജി. NCP മന്ത്രി ധനഞ്ജയ് മുണ്ടെ രാജിവെച്ചു. കൊലപാതക കേസിൽ മന്ത്രിയുടെ അടുത്ത സഹായി വാൽമീക് കരാട് അറസ്റ്റിലായതിന് പിന്നാലെയാണ് മന്ത്രി രാജിവെച്ചത്. മസാജോങ് ഗ്രാമമുഖ്യൻ ദേശ്മുഖ് കൊല്ലപ്പെട്ട കേസിലാണ് വാൽമീക് കരാട് അറസ്റ്റിലായത്. ദേശ്മുഖിനെ കഴിഞ്ഞ ഡിസംബറിൽ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രത്തിലുണ്ടായ ഭീകരാക്രമണത്തിൽ 15 സൈനികർ കൊല്ലപ്പെട്ടു. 30 പേർക്ക് സാരമായി പരിക്കേറ്റു. വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രത്തിലാണ് ഭീകരാക്രമണം ഉണ്ടായത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനങ്ങൾ സൈനികർ ക്യാമ്പിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. സ്ഫോടനത്തിൽ സമീപത്തെ പള്ളി തകർന്ന് നിരവധി പേർ മരിച്ചുവെന്ന് റിപ്പോർട്ട്. വീണ്ടും US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ആദ്യമായി US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക തിരിച്ചുവന്നു എന്ന വാചകത്തോടെ പ്രസംഗം തുടങ്ങിയ ട്രംപ് മുൻ സർക്കാർ ചെയ്ത കാര്യങ്ങളെക്കാൾ കൂടുതൽ 43 ദിവസങ്ങൾ കൊണ്ട് തങ്ങൾ ചെയ്തുവെന്നും അവകാശപ്പെട്ടു. വിദ്യാർത്ഥികളുടെ നിയമവിരുദ്ധ പ്രതിഷേധങ്ങൾ അനുവദിച്ചാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സഹായം നിർത്തലാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രതിഷേധിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾ തടവ് ശിക്ഷയോ നാടുകടത്തലോ നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. പ്രതിഷേധിക്കുന്ന സ്വദേശികളായ വിദ്യാർത്ഥികളെ പുറത്താക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കി.
US വിദ്യാഭ്യാസ സെക്രട്ടറിയായി വേൾഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റ് മുൻ CEO ലിൻഡ മക്മഹോനെ സെനറ്റ് നിയമിച്ചു. കേന്ദ്രീകൃത വിദ്യാഭ്യാസ വകുപ്പ് നിർത്തലാക്കണമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാഴ്ചപ്പാടുകളെ അംഗീകരിച്ചുകൊണ്ടാണ് ലിൻഡ സെനറ്റ് കമ്മിറ്റിയോട് സംസാരിച്ചത്. കേന്ദ്രീകരണം വിദ്യാഭ്യാസത്തിന് ദോഷകരമാണെന്നും ലിൻഡ. അമേരിക്കയുടെ അധിക തീരുവയിൽ തിരിച്ചടിച്ച് കാനഡയിലെ പ്രവിശ്യകൾ. അമേരിക്കൻ മദ്യത്തിന് വിലക്കേർപ്പെടുത്തി ഒൻറ്റാരിയോ. അമേരിക്കൻ മദ്യം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഒൻറ്റാരിയോ പ്രവിശ്യയിലെ ഔട്ട്ലെറ്റ് ശൃംഖലയായ LCBO വെബ്സൈറ്റ് താൽക്കാലികമായി പൂട്ടി. അമേരിക്കൻ മദ്യം ഔട്ട്ലെറ്റുകളിൽ നിന്ന് നീക്കാൻ സർക്കാർ നിർദ്ദേശം. വൈറ്റ് ഹൗസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള വാഗ്വാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ശാശ്വതമായ സമാധാനത്തിന് ട്രംപിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതായി സെലൻസ്കി എക്സിൽ കുറിച്ചു. യുക്രൈനുള്ള സൈനിക സാമ്പത്തിക സഹായങ്ങൾ US നിർത്തിവെച്ചതിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ മാപ്പ് പറഞ്ഞത്. ഗാസയിലെ രണ്ടാം ഘട്ട വെടിനിർത്തലിന് പുതിയ ഉപാധിയുമായി ഇസ്രായേൽ. ഗാസയെ സമ്പൂർണ്ണമായി സൈനിക വിമുക്തമാക്കണമെന്നും ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കണമെന്നുമാണ് ഉപാധി. ഹമാസിനെ ഒഴിവാക്കിയുള്ള ബദൽ നിർദ്ദേശത്തിൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ട്. ചന്ദ്രനിൽ ഇറങ്ങിയ ശേഷമുള്ള ആദ്യ സൂര്യോദയം പകർത്തി ഫയർഫ്ലൈ എയറോസ്പേസ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബ്ലൂ ഗോസ്റ്റ് മൂൺ ലാൻഡർ. ബ്ലൂ ഗോസ്റ്റ് പകർത്തിയ ചിത്രം ഫയർഫ്ലൈ എയറോസ്പേസ് എക്സിൽ പങ്കുവച്ചു. ജനുവരി 15-നാണ് സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിൽ ലാൻഡർ വിക്ഷേപിച്ചത്. സ്വകാര്യ ആശുപത്രികളിൽ രോഗികളെ ചൂഷണത്തിനിരയാക്കുന്നത് തടയാൻ നയമുണ്ടാക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് സുപ്രീം കോടതി. മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, പരിശോധനകൾ തുടങ്ങിയവ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന രീതിയിലുള്ള നിബന്ധനകൾ ഉണ്ടാകരുത്. സാമാന്യ യുക്തിക്ക് വഴങ്ങാത്ത ഭാരിച്ച ചികിത്സാ ചെലവുകൾ തടയണമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു. റാഗിംഗ് കേസുകൾ ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാറും ജസ്റ്റിസ് C ജയചന്ദ്രനും അടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പൊതുതാൽപര്യ ഹർജിയിലാണ് നടപടി. റാഗിംഗ് കേസുകളിൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് കെൽസയുടെ പരാതി. ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുമലയായ A23A കരക്കടിഞ്ഞു. ബ്രിട്ടീഷ് ദ്വീപായ സൗത്ത് ജോർജിയയ്ക്ക് സമീപം ആഴം കുറഞ്ഞ വെള്ളത്തിലാണ് മഞ്ഞുമല കരക്കടിഞ്ഞത്. 1986-ൽ അന്റാർട്ടിക്ക ഐസ് ഷെൽഫിൽ നിന്ന് വേർപെട്ട ഒഴുകാൻ തുടങ്ങിയ മഞ്ഞുമല 30 വർഷത്തിലേറെയായി കടൽ തീരത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില തൃപ്തികരം. പോപ്പിന് കഴിഞ്ഞ 20 മണിക്കൂറിനുള്ളിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് വത്തിക്കാൻ അറിയിച്ചു. മാർപ്പാപ്പയ്ക്ക് പനിയോ ചുമയോ ശ്വസന പ്രശ്നങ്ങളോ ഇല്ല. ശ്വാസകോശത്തിനുള്ള ഫിസിയോതെറാപ്പി തുടരുന്നു. രക്തപരിശോധനാ ഫലവും സാധാരണ നിലയിൽ. സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ്. 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാമെന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ താപനില 38 ഡിഗ്രി വരെ ഉയരാം. ലഹരിക്കും അക്രമത്തിനുമെതിരെ CPIM മുന്നിട്ടിറങ്ങുകയാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. മാർച്ച് 10 മുതൽ 12 വരെ ജില്ലയിലെ 236 കേന്ദ്രങ്ങളിൽ പദയാത്രയും ബഹുജന സംഗമങ്ങളും സംഘടിപ്പിക്കും. ലഹരിയും ഹിംസയും വേണ്ട എന്ന സന്ദേശമാണ് ക്യാമ്പയിൻ ഉയർത്തുന്നതെന്നും MV ജയരാജൻ. നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനമെടുത്ത് കോഴിക്കോട് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത്. ഭൂവിസ്തൃതിയുടെ 60% വനമേഖലയായ പഞ്ചായത്തിൽ ജനജീവിതത്തിന് ഭീഷണിയായി വന്യജീവികൾ നാട്ടിലിറങ്ങുന്നത് പതിവായതോടെയാണ് തീരുമാനം. കടുവയാണെങ്കിലും ആനയാണെങ്കിലും വെടിവെച്ചിടാനാണ് കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം. മലപ്പുറത്ത് കടുവയുടെ മുന്നിൽ അകപ്പെട്ട യുവാവ്. മലപ്പുറം കരുവാരക്കുണ്ട് ആർത്തല ചായ എസ്റ്റേറ്റിന് സമീപത്താണ് സംഭവം. കരുവാരക്കുണ്ട് സ്വദേശി ജെറിനാണ് ഇന്നലെ രാത്രി കടുവയുടെ മുന്നിൽ അകപ്പെട്ടത്. രാത്രിയിൽ കരുവാരക്കുണ്ടിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് കടുവ റോഡിന് നടുവിലേക്ക് ഇറങ്ങി വന്നത്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പതിവായതിനാൽ നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ്.
കണ്ണൂർ കീഴ്പള്ളി വട്ടപ്പറമ്പിൽ ജനവാസ മേഖലയിൽ കാട്ടാന. ആർളം പുനരധിവാസ മേഖലയിൽ നിന്നെത്തിയ കാട്ടാനയാണ് മേഖലയിൽ ഇറങ്ങിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പുലർച്ചെ 2 മണിയോടെ കാട്ടാനയെ ഫാമിലേക്ക് കയറ്റി. തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനക്കൂട്ടം പെട്ടിക്കട തകർത്തു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കരിക്കും കരിമ്പും ജ്യൂസും വിൽക്കുന്ന കടയാണ് കാട്ടാനകൾ തകർത്തത്. വെറ്റിലപ്പാറ സ്വദേശി ആനന്ദന്റെ കടയാണ് ആനക്കൂട്ടം നിലംപരിശാക്കിയത്. കോഴിക്കോട് പയ്യാനക്കലിൽ തെരുവ് നായ്ക്കൾ പശുക്കിടാവിനെ കടിച്ചു കൊന്നു. 1.5 വയസ്സുള്ള പശുക്കിടാവിനെ പാതി ഭക്ഷിക്കുകയും മറ്റു പശുക്കളുടെ വാലും ചെവിയും കടിച്ചു മുറിക്കുകയും ചെയ്തു. ജിഷിത് കുമാർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കോമ്പൗണ്ടിൽ കെട്ടിയിട്ട പശുക്കളാണ് ആക്രമിക്കപ്പെട്ടത്. കാസർഗോഡ് കടന്നൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന മംഗൽപാടി സ്വദേശി മരിച്ചു. പുള്ളിക്കുത്തി അഗർത്തിമൂലയിലെ രാധാകൃഷ്ണയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. നടന്നു പോകുന്നതിനിടയിൽ സോങ്കാലിൽ വെച്ചാണ് കടന്നൽ കുത്തേറ്റത്. മംഗൽപാടി ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. തൃശൂർ വലപ്പാട് ഭാര്യ ഭർത്താക്കന്മാർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ തടഞ്ഞു നിർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി പിടിയിൽ. സംഭവത്തിൽ വലപ്പാട് സ്വദേശി സുമിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി സുമിത്ത് ഇവരെ വഴക്കു പറഞ്ഞത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താലാണ് കൊലപാതക ശ്രമം നടന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ യുവാവിന് കുത്തേറ്റു. അരങ്കമുകൾ സ്വദേശി രാഹുലിനാണ് കുത്തേറ്റത്. രാഹുലിനെ ആക്രമിച്ച പുന്നക്കാട് സ്വദേശി ബിനുവിനും പരിക്കേറ്റിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിലെ ഉത്സവാഘോഷ യാത്രയ്ക്കിടെയുണ്ടായ വാക്കേറ്റമാണ് കത്തിക്കുത്തിന് കാരണമായതെന്ന് പോലീസ്. നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം നിലമ്പൂരിൽ തേനെടുക്കാൻ പോയ ആദിവാസി യുവാവ് മരത്തിൽ നിന്ന് വീണു മരിച്ചു. ചുങ്കത്തറ കുറുമ്പലങ്കോട് സ്വദേശി വേണുവാണ് മരിച്ചത്. ഇന്നലെ രാത്രിയാണ് അപകടം നടന്നത്. മരത്തിന് മുകളിൽ നിന്ന് കാൽ വഴുതി വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വേണു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കൊല്ലം ചാത്തന്നൂരിൽ കിണറ്റിൽ വീണ ആടിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മധ്യവയസ്കൻ മരിച്ചു. കൊല്ലാക്കുഴി കൊച്ചുവിള സ്വദേശി ബാബുവാണ് മരിച്ചത്. തിരുവനന്തപുരം കിളിമാനൂരിൽ ഓടിക്കൊണ്ടുവന്ന കാറിന് തീപിടിച്ചു. സംഭവത്തിൽ ആളപായമില്ല. സംസ്ഥാന പാതയിൽ കിളിമാനൂർ വലിയ പാലത്തിന് സമീപമാണ് സംഭവം. തിരുവനന്തപുരത്ത് നിന്ന് കിളിമാനൂർ ഭാഗത്തേക്ക് വന്ന കാറായിരുന്നു കത്തിയത്. മലപ്പുറം മഞ്ചേരിയിൽ സ്കൂൾ ഓട്ടോയും ബസ്സും കൂട്ടിയിടിച്ച് അപകടം. 4 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. മഞ്ചേരി ചരണിയിലാണ് അപകടം. സ്കൂൾ കുട്ടികളുമായി പോവുകയായിരുന്ന ഓട്ടോറിക്ഷ സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ലഹരിക്കേസുകളുടെ എണ്ണത്തിൽ കൊച്ചിയിൽ വൻ വർധന. രാസലഹരിയുടെ കണ്ണികൾ അറുക്കാൻ അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുമ്പോൾ ലഹരി ഒഴുക്കാൻ പുതുവഴികൾ തേടുകയാണ് മാഫിയകൾ. പാകിസ്ഥാനിൽ നിന്നടക്കം കൊച്ചിയിലേക്ക് ലഹരി എത്തുന്നുണ്ടെന്ന് NCP. മലപ്പുറത്ത് എക്സൈസിന്റെ മിന്നൽ പരിശോധനയിൽ കഞ്ചാവുമായി 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. 3 കേസുകളിലായിട്ടാണ് ഇവരെ പിടികൂടിയത്. സംഭവങ്ങളിൽ പങ്കാളികളായ എല്ലാവരെയും മലപ്പുറം എക്സൈസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറത്ത് ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടികളുമായി പോലീസ്. വളാഞ്ചേരി സ്റ്റേഷൻ പരിധിയിൽ മാത്രം 3 മാസത്തിനിടെ 100-ലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ബസ് സ്റ്റാൻഡിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന കർശനമാക്കിയപ്പോൾ ലഹരി വിൽപ്പനയും ഉപയോഗവും ഗ്രാമപ്രദേശങ്ങളിൽ വർദ്ധിച്ചു. തൃശൂരിൽ K9 സ്ക്വാഡും കൊടുങ്ങല്ലൂർ പോലീസും നടത്തിയ പരിശോധനയിൽ തീരദേശത്ത് നിന്ന് രാസലഹരിയും കഞ്ചാവും പിടികൂടി. സൂരജ്, വിഷ്ണു എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ പക്കൽ നിന്നും MDMA, കഞ്ചാവ്, ഇവ തൂക്കി വിൽക്കാനുള്ള 4 ത്രാസുകൾ, വിൽപ്പനയ്ക്കായി ഉപയോഗിച്ച മൊബൈലുകൾ എന്നിവ കണ്ടെടുത്തു. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്ത 2 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. പാപ്പിനിശ്ശേരി സ്വദേശി KC സൈനുദ്ദീൻ, O വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 6 ഗ്രാം മെത്താംഫിറ്റമിൻ കണ്ടെടുത്തു. തിരുവനന്തപുരം സ്വദേശിയായ 34-കാരിയുടെ ആത്മഹത്യയിൽ തൃശൂർ സ്വദേശിയായ ഭർത്താവ് അറസ്റ്റിൽ.
മതിലകം കഴുവിലങ്ങ് സ്വദേശി ചേനോത്തുപറമ്പിൽ പ്രശാന്താണ് അറസ്റ്റിലായത്. പ്രശാന്തിന്റെ പീഡനമാണ് യുവതിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. കേരള ലോകായുക്ത തൃശൂരും കോട്ടയത്തും ക്യാമ്പ് സിറ്റിംഗ് നടത്തും. മാർച്ച് 12-ന് തൃശൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിലും 13-ന് കോട്ടയം PWD റെസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിലും രാവിലെ 10:30-നാണ് സിറ്റിംഗ് ആരംഭിക്കുക. ലോകായുക്ത ജസ്റ്റിസ് N. അനിൽകുമാർ സിറ്റിംഗിന് നേതൃത്വം നൽകും. കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന അസാപ് കേരളയുടെ വിഴിഞ്ഞത്തുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ആരംഭിക്കുന്ന വെയർ ഹൗസ് അസോസിയേറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ലോജിസ്റ്റിക് സെക്ടർ സ്കിൽ കൗൺസിലിന്റെ സർട്ടിഫിക്കേഷനോടുകൂടിയ സൗജന്യ കോഴ്സിലേക്ക് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഗോത്രവർഗ കമ്മീഷന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിൽ പരാതി പരിഹാര അദാലത്ത് മാർച്ച് 13, 14 തീയതികളിൽ സംഘടിപ്പിക്കും. എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ 10:30 മുതൽ വൈകിട്ട് 5 വരെയാണ് അദാലത്ത്. കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ, TK വാസു എന്നിവർ അദാലത്തുകൾക്ക് നേതൃത്വം നൽകും. ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെന്റ് സെന്ററിലെ പ്രയുക്തി മിനി ജോബ് ഫെയർ മാർച്ച് 15-ന് ചേർത്തല ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നടക്കും. എംപ്ലോയബിലിറ്റി സെന്ററും നാഷണൽ കരിയർ സർവീസും ചേർത്തല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജും സംയുക്തമായാണ് ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത്. പ്രവൃത്തി പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും പങ്കെടുക്കും. SSLC, +2, ഡിപ്ലോമ, ITI ബിരുദം, ബിരുദാനന്തര ബിരുദം, പാരാമെഡിക്കൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്ക് മേളയിൽ പങ്കെടുക്കാം. സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിയും സ്റ്റേറ്റ് ലെവൽ എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റിയും പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചെയർപേഴ്സൺമാരെയും അംഗങ്ങളെയും ക്ഷണിച്ചു. 2006-ലെ പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ വിജ്ഞാപന പ്രകാരമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. മാർച്ച് 21-നകം അപേക്ഷകൾ സമർപ്പിക്കണം. മുൻപ് അപേക്ഷിച്ചിട്ടുള്ളവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. പത്തനംതിട്ട ജില്ലയിലെ മലയോര ഗ്രാമത്തിന്റെ സ്വപ്നമായ സീതത്തോട് പാലം ഇന്ന് വൈകിട്ട് 6-ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിക്കും. സീതത്തോട് ഗവി റിവർ എത്നോ ഹബ് നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം. കാസർഗോഡ് പള്ളിക്കര കേണമംഗലം ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. പള്ളിക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ദീപവും തിരിയും എത്തിച്ചതോടെയാണ് മഹോത്സവത്തിന് തുടക്കമായത്. ഇന്ന് നടക്കുന്ന മാനവീയം സൗഹൃദ സംഗമം ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ പരിപാടിയുടെ ഭാഗമായി സീറോ വേസ്റ്റ് മൂന്നാർ എന്ന ലക്ഷ്യത്തോടെ മെഗാ ക്ലീനപ്പ് ഡ്രൈവ് നടന്നു. 5 ദിവസങ്ങളിലായി വിപുലമായ മാലിന്യ ശേഖരണ സംസ്കരണ പ്രവർത്തനങ്ങൾ നടന്നു. തൃശൂരിൽ സർക്കാർ ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി പുത്തഞ്ചിറയിൽ കൃഷി ചെയ്യുന്നുവെന്ന ആക്ഷേപമുയർത്തി മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി. പകരപ്പള്ളി പുഞ്ചകൃഷി പാടശേഖരത്തിലാണ് രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടെ തട്ടിപ്പ് നടത്തുന്നതെന്ന് കർഷകർ ആരോപിച്ചു. ഉപ്പുവെള്ള ഭീഷണി നേരിടുന്ന പാടശേഖരത്തിന് സംരക്ഷണം നൽകണമെന്നും പരാതി. തൃശൂർ പെരുവല്ലൂർ ശ്രീ കൊട്ടുകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി ആഘോഷിച്ചു. 3 ദേശങ്ങളിൽ നിന്ന് ശിങ്കാരിമേളം, നാദസ്വരം, തെയ്യം, കാവടി എന്നീ കലാരൂപങ്ങളും എത്തിച്ചേർന്നു. രാവിലെ നടയടയ്ക്കുന്നതോടെ കുംഭഭരണി ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കും. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി അരുൺ കുമാർ എമ്പ്രാന്തിരി കാർമ്മികത്വം വഹിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി കൂട്ടായ്മയുടെ സംസ്കൃതി സംഗമം നടന്നു. കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ ഗുരുവായൂർ കേശവൻ നമ്പൂതിരി സംഗമം ഉദ്ഘാടനം ചെയ്തു. കോളേജിലെ സംസ്കൃത വിഭാഗം അധ്യക്ഷ ഡോക്ടർ ലക്ഷ്മി ശങ്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പൂർവാധ്യാപകർക്ക് പൊന്നാടയും ഉപഹാരവും സമ്മാനിച്ചു. തൃശൂരിൽ വിദ്യാർത്ഥികൾക്കും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ എത്തുന്നവർക്കും ദാഹം അകറ്റാൻ തണ്ണീർ പന്തൽ. തെക്കുംപാറ ഗ്രാമപഞ്ചായത്തിലെ മണലിത്തറ 5, 6 വാർഡുകളിലെ മെമ്പർമാരുടെ നേതൃത്വത്തിലാണ് സംരംഭം.
പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡംഗം AR കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കൊല്ലം കടക്കലിൽ ഓട്ടോ ഡ്രൈവേഴ്സ് അസോസിയേഷൻ CITU കടക്കൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിച്ച് ഓട്ടോറിക്ഷകൾ നിരത്തിൽ സർവീസ് നടത്തണമെന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിനെതിരെയാണ് പ്രതിഷേധ പ്രകടനം. പ്രതിഷേധ റാലി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം RS ബിജു ഉദ്ഘാടനം ചെയ്തു. തൃശൂർ തെക്കുംകര ഗ്രാമപഞ്ചായത്തിൽ ഹരിത കർമ്മസേനാംഗങ്ങൾക്കുള്ള യൂണിഫോം വിതരണം നടന്നു. ചടങ്ങിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിനുള്ള കൺവെയർ ബെൽറ്റിന്റെ ഉദ്ഘാടനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് സഹായമായിട്ടാണ് കൺവെയർ ബെൽറ്റിന്റെ വിതരണം. മലപ്പുറം എടപ്പാളിൽ മേൽപ്പാലത്തിന് താഴെ റോഡിന്റെ ഇരുവശങ്ങളിലും തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചു. എടപ്പാൾ വട്ടംകുളം ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിലാണ് തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചത്. എടപ്പാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പ്രഭാകരൻ, വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് MA നജീബ് എന്നിവർ ചേർന്ന് സ്വിച്ച് ഓൺ നിർവഹിച്ചു. തൃശൂർ വടക്കാഞ്ചേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗർഭാശയ ക്യാൻസർ സ്ഥാനാർബുദ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മിയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വടപുറം വള്ളിക്കെട്ട് ജലനിധിയുടെ പൈപ്പ് ലൈൻ തകർത്ത നിലയിൽ കണ്ടെത്തി. കുതിരപ്പുഴയുടെ സമീപത്തെ കിണറിൽ നിന്നും 200 മീറ്റർ ദൂരെയുള്ള ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പ് ലൈനാണ് തകർന്നത്. വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ TP ഉമൈമത്ത് സ്ഥലം സന്ദർശിച്ച് നിലമ്പൂർ പോലീസിൽ പരാതി നൽകി. തൃശൂർ ഗുരുവായൂർ ദേവസ്വം പൂന്താനം ദിനം ആഘോഷവും ജ്ഞാനപ്പാന പുരസ്കാര വിതരണവും നടന്നു. സാഹിത്യ നിരൂപകൻ പ്രൊഫസർ KP ശങ്കരൻ, മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പുരസ്കാരം സമ്മാനിച്ചു. ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. തൃശൂർ പുത്തൻപീടിക തൊന്നിയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി ഭരണി വേലകൾക്ക് സൗജന്യ സംഭാര വിതരണവുമായി 10+ കൂട്ടായ്മ. സൗജന്യ സംഭാര വിതരണോദ്ഘാടനം താന്യം പഞ്ചായത്ത് മെമ്പർ ആൻഡോ തുറയൻ നിർവഹിച്ചു. ഭാരവാഹികളായ രാകേഷ് VV, ബിനോയ് തണ്ടശ്ശേരി, അനീഷ് മേനോൻ എന്നിവർ നേതൃത്വം നൽകി. മലപ്പുറം എടപ്പാളിൽ ജൽജീവൻ പൈപ്പുകൾ സ്ഥാപിക്കാൻ റോഡുകൾ കുത്തിപ്പൊളിച്ചിട്ട അവസ്ഥയിൽ. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പൊടിശല്യം രൂക്ഷം. ഇളകിക്കിടക്കുന്ന കല്ലുകൾ തെറിച്ച് വ്യാപാര സ്ഥാപനങ്ങളിലെ ഗ്ലാസുകളിൽ തട്ടുന്ന അവസ്ഥയിലുമാണ്. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. തൃശൂർ വടക്കാഞ്ചേരി RT ഓഫീസിന് മുമ്പിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന ഗതാഗത കമ്മീഷണർ പുറത്തിറക്കിയ അശാസ്ത്രീയമായ ഫെയർ മീറ്റർ ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ധർണ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ചേർത്തല താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന താലൂക്ക് സെമിനാർ മാർച്ച് 9 താലൂക്ക് NSS യൂണിയൻ ഹാളിൽ നടക്കും. കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. മതേതരത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടക്കുന്ന സെമിനാറിൽ വിദ്വാൻ K രാമകൃഷ്ണൻ അധ്യക്ഷനാകും. മലയാള ചിത്രം മാർക്കോയ്ക്ക് TV പ്രദർശനത്തിന് അനുമതി നിഷേധിച്ച് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. ചിത്രം ടെലിവിഷൻ പ്രദർശനത്തിന് അനുമതി നൽകരുതെന്ന റീജിയണൽ എക്സാമിനേഷൻ കമ്മിറ്റിയുടെ ശുപാർശ സെൻട്രൽ ബോർഡ് അംഗീകരിക്കുകയായിരുന്നു. URA കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റാത്തത്ര വയലൻസ് സിനിമയിൽ ഉണ്ടെന്ന് വിലയിരുത്തൽ. വേണമെങ്കിൽ നിർമ്മാതാക്കൾക്ക് കൂടുതൽ സീനുകൾ വെട്ടിമാറ്റി വീണ്ടും അപേക്ഷിക്കും. വിമാനത്താവളം വഴി സ്വർണം കടത്താൻ ശ്രമിക്കുന്നതിനിടെ കന്നഡ നടി റെന്യ റാവു ഇന്റലിജൻസ് പിടിയിൽ. തിങ്കളാഴ്ച രാത്രി ദുബായിൽ നിന്ന് എമിറേറ്റ്സ് വിമാനത്തിൽ ബംഗളൂരു വിമാനത്താവളത്തിലെത്തിയ നടിയിൽ നിന്ന് 14.8 കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്തു. സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞും ശരീരത്തിൽ ഒളിപ്പിച്ചുമാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. കർണാടകയിലെ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ മകളാണ് റെന്യ.
ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതായി അറിയിച്ച് നടി നയൻതാര. തന്റെ എക്സ് അക്കൗണ്ടിലൂടെയാണ് നടി ഈ വിവരം വെളിപ്പെടുത്തിയത്. നയൻതാര എന്ന പേര് തന്റെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്നതാണെന്നും അത് നടി എന്ന നിലയിൽ മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയിലും തന്നെ പ്രതിനിധീകരിക്കുന്നുണ്ടെന്നും നടി കത്തിൽ പറഞ്ഞു. ജഗദീഷ് ഇന്ദ്രൻസ് കൂട്ടുകെട്ടിൽ ഒരുക്കിയ ചിത്രം പരിവാർ മാർച്ച് 7-ന് തിയേറ്ററുകളിലെത്തും. ഉത്സവ് രാജീവ്, ഫഹദ് നന്ദു എന്നിവരാണ് തിരക്കഥയും സംവിധാനവും. ഒരിടവേളയ്ക്ക് ശേഷം മലയാളത്തിലെത്തുന്ന ഫാമിലി കോമഡി എന്റർടൈനറാണ് ചിത്രം. കുടുംബ ബന്ധങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ നർമ്മത്തിൽ ചാലിച്ചാണ് ഈ ചിത്രം അവതരിപ്പിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിലെ 2ാം സെമിയിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡ് പോരാട്ടം. ഉച്ചയ്ക്ക് 2:30 ലാഹോറിലാണ് മത്സരം. ഗ്രൂപ്പിലെ 1ാമതായാണ് ദക്ഷിണാഫ്രിക്ക സെമിയിലെത്തിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം ന്യൂസിലൻഡും പുറത്തെടുത്തിരുന്നു. ടെമ്പ ബൗമ നയിക്കുന്ന പ്രോട്ടീസ് നിരയിൽ ബൗമയ്ക്കൊപ്പം റയാൻ റിക്കൽട്ടൺ, എയ്ഡൻ മാർക്രം, കഗിസോ റബാഡ തുടങ്ങിയ താരങ്ങളാണ് കരുത്ത്.